ഹായ് ഗോൾഡൻ ചേച്ചി, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു സങ്കട വാർത്ത പറയാൻ വേണ്ടി കേട്ടോ ഇന്ന് ഇതിനകത്ത് ഇത് വന്നതേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് കുറച്ച് ഓർക്കിഡ്സ് മേടിച്ചു. ഞാൻ വിലയൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ അതേ വിലയ്ക്ക് ഞാൻ പറഞ്ഞു ഈ വിലയുടെ തന്നാൽ മതി. ഞാനൊരു രൂപ പോലും അവരോട് കുറയ്ക്കാനോ അല്ലൊന്നും ഒരിക്കൽ അവരോട് കുറച്ച് ഫ്രീ വെക്കാൻ കടയെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവരോട് കുറേ ചെടികൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ചെടി വാങ്ങി. പക്ഷേ അത് നല്ല അവരാ പറഞ്ഞ പോലത്തെ ചെടിയായിരുന്നു. ഒരു വലിയ പ്രശ്നമൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ രണ്ടോ ഒരു ഉണക്കക്കൊള്ളിയും ഒരു പച്ചക്കൊള്ളി ഇത്രയും നമുക്ക് അതിനകത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നാലും വേണ്ടിയല്ല, അത് ഏകദേശമൊക്കെ പൂവൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനമായി. അപ്പോൾ അവരെ വിശ്വസിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു 10 ചെടി കൂടി ഓർഡർ ചെയ്തു. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തന്നാൽ മതി. കളറൊന്നും എനിക്ക് പ്രശ്നമല്ലാന്ന്. കാരണം കുറച്ച് ചെടികൾ എനിക്കുണ്ടല്ലോ, അതുകൊണ്ടിട്ട് കളറൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചെടി വന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ചെടി 2, 3 ആയിട്ട് അവർ വലിച്ച് പറിച്ച് ചൂടൊക്കെ നല്ലപോലെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ച് അവരെനിക്ക് ചെടികൾ തന്നു. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി വിഷമം വന്നു. ഞാൻ മെസ്സേജ് ഇട്ടു, ഇതെന്നെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് വെച്ചു. അന്നേരം അവർ പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിക്കാർ ഇങ്ങനെയാണ് തന്നത്, ഞങ്ങൾ മേടിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നെ. ഇങ്ങനെയാണോ എല്ലാ കമ്പനികളും ചെടികൾ കൊടുക്കുന്നത്? വലിച്ച് കീറി അത് ഒരു തണ്ട് 2 തണ്ട്, അത് ഒരു ഉണങ്ങിയായിരിക്കും, ഒരെണ്ണം ഇച്ചിരി പച്ചയായിരിക്കും. അങ്ങനത്തിനൊക്കെ വെച്ചിട്ടാണ് നമുക്കവർ ചെടികളൊക്കെ തന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ല, കാരണം ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ശരിയായിരിക്കും, അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ആദ്യം ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി ഇതായിട്ടുള്ള ചെടികൾ 200 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ. കാരണം ഇച്ചിരി വലിപ്പമൊക്കെയുള്ള ചെടികളാണ് തന്നെ. അതനുസരിച്ചാണ് ഞാനിപ്പം അവരോട് ചെടികൾ മേടിച്ചത്. എനിക്കത് കണ്ടിട്ട് ഒത്തിരി വിഷമം വന്നു. നോക്കാം, ഇങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത്? പണ്ടൊരിക്കലും ഒരു ആംഗ്ലോണിമ മേടിച്ചിട്ട് ആ ചെറിയ ട്യൂബ് പോലെയുള്ള ആ ഇതിനകത്താണ് പിന്നെ ഈ ചെടികൾ വരുന്നത്. അതിനകത്തുനിന്ന് വലിച്ച് കുറച്ചെടുത്തിട്ട് ഒരെണ്ണം 2, 3 ആക്കിയിട്ടൊക്കെ എനിക്ക് കിട്ടി. അതോടുകൂടി ഞാൻ ആംഗ്ലോണിമ അങ്ങ് നിർത്തി, എനിക്ക് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ചതിയും വഞ്ചനയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെ ഇവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള ചെടികൾ നമുക്ക് തരണ്ടേ? ഇവരങ്ങനെ തരുന്നില്ല കുട്ടികളെ. നിങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഞാനിതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് മേടിച്ച ചെടികളാണ്. ഇതെല്ലാം ഒത്തിരി കാലമായ 3 വർഷമോ 4 വർഷമൊക്കെ ആയ ചെടികളാണ്. അതിൻ്റെ സംരക്ഷണം എനിക്ക് മനസ്സിലാവാതിരുന്നത് കൊണ്ടിട്ട് കുറച്ചൊക്കെ പൂവുണ്ടായിച്ചിട്ട് അതങ്ങനെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഈയിടെ ഞാൻ നന്നായിട്ട് എന്നെ സംരക്ഷിച്ചപ്പോൾ എനിക്കിഷ്ടം